ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളെ പൊതു ഇടമാക്കി തുറന്നുകൊടുക്കുന്നത് ശരിയല്ലെന്നും അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം സംരക്ഷിക്കണമെന്നും ഹർജിക്കാർ. വിധിയിൽ പിഴവ് എന്തെന്ന് വിശദീകരിക്കാൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആവശ്യപ്പെട്ടപ്പോൾ NSSന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കെ പരാശരനാണ് വാദം ആരംഭിച്ചത്. ഭരണഘടനയുടെ 15, 17, 25 അനുച്ഛേദങ്ങൾ തമ്മിലുള്ള ബന്ധം വിലയിരുത്തിയതിൽ കോടതിക്ക് പിഴച്ചുവെന്ന് NSSനു വേണ്ടി പരാശരൻ അറിയിച്ചു. ചീഫ് ജസ്റ്റിസിനെ കൂടാതെ ജഡ്ജിമാരായ റോഹിൻടൻ നരിമാൻ, AM ഖാൻവിൽക്കർ, DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നിവരടങ്ങിയ 5 അംഗ ബെഞ്ചും ഹർജികൾ പരിഗണിച്ചു. ലിംഗവിവേചനം പാടില്ലെന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട്, എന്നാൽ കൃത്യമായി നിർവചിച്ചിട്ടില്ല. യുവതികൾക്ക് പ്രവേശനം അനുവദിക്കാത്തത് അയിത്തമല്ല. അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണിത്. പ്രതിഷ്ഠയുടെ അവകാശം സംരക്ഷിക്കണമെന്നും പരാശരൻ കോടതിയിൽ വാദിച്ചു. ഹിന്ദു വിശ്വാസികളുടെ മൗലിക അവകാശവും വിഗ്രഹത്തിന്റെ അവകാശവും പരസ്പര പൂരകമാണെന്നും വ്യക്തമാക്കിയാണ് തന്ത്രിക്ക് വേണ്ടി വി ഗിരി വാദം ആരംഭിച്ചത്. വിലക്ക് പ്രതിഷ്ഠയുടെ ഭാവം കൊണ്ടാണ്. യുവതീ പ്രവേശനം വിലക്കിയത് ദേവന്റെ അവകാശമാണെന്നും ഗിരി അറിയിച്ചു. തന്ത്രിക്ക് പ്രത്യേക അവകാശം ക്ഷേത്രങ്ങളിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ഹാജരായി. വിഗ്രഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രതിഷ്ഠയുടെ അവകാശം സംബന്ധിച്ച് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മാത്രമാണ് വിധിയിൽ ഊന്നൽ നൽകിയത്. മറ്റുള്ളവർ അത് പരിഗണിച്ചില്ലെന്നും സിംഗ്വി അറിയിച്ചു. ലിംഗം അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള വിധി അവയെയും ബാധിക്കും. എന്നാൽ അവരെ കേൾക്കാൻ കോടതി തയ്യാറായിട്ടില്ലെന്ന് അഭിഭാഷകൻ ഗോപാൽ ശങ്കരനാരായണൻ പറഞ്ഞു. വിധി പുനഃപരിശോധിക്കണം. വിഷയം വിശാല ബെഞ്ചിന് വിടണം. ഷിരൂർ മഠം കേസിൽ 7 അംഗ ബെഞ്ച് തീരുമാനിച്ചതുപോലെ ഇതും പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേവപ്രശ്നത്തിലും യുവതീ പ്രവേശനം അനുവദിക്കുന്നില്ലെന്നും മറ്റൊരു അഭിഭാഷകൻ പറഞ്ഞു. സ്ത്രീകളുടെ പ്രവേശനമല്ല നിരോധിച്ചത്, യുവതികളുടേതാണ്. കേരളത്തിലെ ഭരണകൂടം അധികാരം ദുരുപയോഗം ചെയ്തു. അതാണ് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി വരാൻ കാരണം. മതപരമായ ആചാരങ്ങൾ മാറ്റാൻ കോടതിക്ക് കഴിയില്ല. ഹിന്ദുമതം നിരവധി കാര്യങ്ങൾ അശുദ്ധമായി കാണുന്നു. ആർത്തവം അതിലൊന്നും മാത്രമാണെന്നും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി. ഒരു മതത്തിന്റെ മാത്രം കാര്യത്തിൽ അവർക്ക് മാത്രമാണ് തീരുമാനമെടുക്കാനുള്ള അവകാശം. അത് അവരുടെ വിഷയമാണ്. കോടതി വിധിക്ക് പിന്നാലെ കേരളത്തിൽ നടന്ന സംഭവങ്ങൾ കണക്കിലെടുക്കണം. ഹിന്ദു വിശ്വാസികൾ ഇത് അംഗീകരിച്ചിട്ടില്ലെന്നും അതിൽ നിന്നു തന്നെ വ്യക്തമാണ്. വിശ്വാസം പാലിക്കരുതെന്ന് കോടതിക്ക് എങ്ങനെ ഉത്തരവിടാൻ കഴിയും? ആക്ടിവിസ്റ്റുകൾക്ക് കയറി ഇറങ്ങി ചെല്ലാനുള്ള സ്ഥലമല്ല ശബരിമലയെന്നും ബ്രാഹ്മണ സഭ അഭിഭാഷകൻ ശേഖർ നാഫ്ഡെ ചൂണ്ടിക്കാട്ടി. ശബരിമല ഒരു ക്ഷേത്രമാണ്, സയൻസ് മ്യൂസിയം അല്ല. അതൊരു വിശ്വാസമാണ്. വിശ്വാസികളുടെ അവകാശത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? വിശ്വാസം യുക്തിസഹമല്ല. മതവിഭാഗങ്ങളെല്ലാം അങ്ങനെയാണ്. അതിനാൽ ഭരണഘടന ധാർമ്മികത ഉയർത്തിക്കാട്ടി ഇത് തെറ്റാണെന്ന് പറയാനാകില്ലെന്നും മനു സിംഗ്വി പറഞ്ഞു. ശബരിമലയിലെ പൂജകളെല്ലാം അതിവിശിഷ്ടമാണ്. തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിലൊന്നും ചെയ്യാനാകില്ല. യുവതികളായതിനാലല്ല പ്രവേശനം വിലക്കിയിരിക്കുന്നത്. ഭരണഘടനാപരമായ സദാചാരം വീണ്ടും പരിഗണിക്കേണ്ടതാണ്. പ്രതിഷ്ഠയെ ജീവനുള്ളതായി കണക്കാക്കുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമാണ്. യുവതികളെ വിലക്കേണ്ടത് അത്യാവശ്യമാണ്. സദാചാരമെന്നത് എഴുതി വെക്കപ്പെടേണ്ടതല്ല, ഉടലെടുത്തു വന്ന ആചാരമാണെന്നും തന്ത്രി കണ്ഠര് രാജീവിന് വേണ്ടി വി ഗിരി വാദിച്ചു. പുനഃപരിശോധനാ ഹർജികളും റിട്ട് ഹർജികളും ദേവസ്വം ബോർഡ് നൽകിയ സാവകാശ ഹർജികളുമാണ് കോടതി പരിഗണിച്ചത്. പുനഃപരിശോധനാ ഹർജികൾ മാത്രമേ പരിഗണിക്കൂ എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. കോടതി പുറത്തുവിട്ട പട്ടികയനുസരിച്ച് 65 ഹർജികളാണ് പരിഗണനയിൽ. പുനഃപരിശോധനാ ഹർജികൾക്ക് പുറമെ ഹൈക്കോടതി മേൽനോട്ട സമിതിയെ നിയോഗിച്ച് ചോദ്യം ചെയ്തതും. ഹൈക്കോടതിയിലെ 23 ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ നൽകിയ ഹർജികളും ഇതിൽ ഉൾപ്പെടും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.